പുള്ളി പറഞ്ഞു പരീക്ഷ എഴുതില്ലേ, ഇന്ന് ശാഖയിൽ വരണം എന്നോട് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. ഞങ്ങൾക്കൊക്കെ അന്ന് എത്ര 22 വയസ്സ് 24 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ അവിടെ ഇട്ട് വളഞ്ഞിട്ടടിക്കുക. ഞങ്ങളുടെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റാൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. കാരണം ABVPയുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നയനാരുടെ ഈ കൊടിയ പീഡനങ്ങൾ അതിജീവിച്ച് കൂടുതൽ കരുത്തോട് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി മനസ്സിലായത്. യുവമോർച്ചയിലായിരുന്നപ്പോൾ പല പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു, അതിനൊപ്പം പ്രവർത്തിച്ചു. കോവളം സമരവുമായി ബന്ധപ്പെട്ട് അന്നും വളരെ എനിക്ക് തോന്നുന്നു മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും ഈ ഒരു പോരാട്ട വീര്യത്തിന് പിന്തുണ നൽകിയത് ABVPയിൽ നിന്ന് കിട്ടിയ ഒരു പ്രവർത്തന പാഠങ്ങളായിരുന്നു. തീർച്ചയായിട്ടും കോവളം കൊട്ടാരത്തിൽ ഞാനും സുരേന്ദ്രനും, അന്നത്തെ യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് K സുരേന്ദ്രൻ, ഞാൻ വൈസ് പ്രസിഡന്റ്, ഞങ്ങൾ രണ്ടുപേരും ഓടയ്ക്കകത്തായിരുന്നു. സുരേന്ദ്രൻ ഓടയുടെ അടിയിൽ, ഞാൻ അതിൻ്റെ പുറത്ത്. ഞങ്ങൾ രണ്ടുപേരും ആ ഓടയ്ക്കകത്തിട്ടാണ് പോലീസ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ അടിയുള്ളൂ. സുരേന്ദ്രൻ്റെ കൈ എൻ്റെ പുറത്തായതുകൊണ്ട് സുരേന്ദ്രൻ്റെ കൈയിലായിരുന്നു അടി, എനിക്ക് അടി. ഞാൻ അപ്പോഴും അവിടെ എനിക്ക് ഈ സ്വഭാവപ്രവൃത്തിയുണ്ട്. അടി കൊണ്ട് ഞാൻ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്വഭാവപ്രവൃത്തി. ഞാൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ വീണ്ടും അടിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിക്കുന്നത് ഈ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെയാണ് അടിക്കുന്നത്, ഓർത്തോളം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മാറ്റിയിട്ട് സുരേന്ദ്രനെ വീണ്ടും അവരടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു അത്. യഥാർത്ഥത്തിൽ യുവമോർച്ചയുടെ ചരിത്രത്തിലെ ഒരു അസാധാരണ സമരമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ABVPയുടെ ചരിത്രത്തിലൊരു സമരം, യുവമോർച്ചയുടെ കേരള ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സമരങ്ങളിലൊന്നായിരുന്നു കോവളം കൊട്ടാര സമരം. അതും ഇതുപോലെ പോലീസിൻ്റെ കൊടിയ മർദ്ദനമാണ് അത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. കാരണം അന്നും ഇതേപോലെ 1000-ഓളം പ്രവർത്തകരാണ് കോവളത്തേക്ക് മാർച്ച് ചെയ്തത്. ആ പ്രവർത്തകരെ അടിച്ച്, അത് കോവളം പോലെയുള്ള സിറ്റി അല്ലല്ലോ, കോവളം പോലെയുള്ള ഒരു ഗ്രാമീണ മേഖലയിൽ അടിച്ച് വിളകളിലേക്ക് ഓടിച്ച് വിളയിലേക്ക് ഇട്ട് അടിക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജീപ്പിനകത്തിട്ട് ഇടിക്കുന്നു. അങ്ങനെയുള്ള അതിക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു അത്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട, BJPയുടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീ K സുരേന്ദ്രൻ യുവമോർച്ചയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ സമരമായിരുന്നു. അതിൽ അദ്ദേഹത്തിനോടൊപ്പം ഭാഗവാക്കാകാൻ സാധിച്ചു, അത് പ്രവർത്തകർക്ക് നേതൃത്വം എടുക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കെപ്പോഴും ആ സമരത്തിലുണ്ട്. യുവമോർച്ചയുടെ ആ ഒരു സമരങ്ങൾ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചുമതലകളിലേക്ക് വരികയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ABVP കാലഘട്ടം തൊട്ട് യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആദർശം, ദേശീയ രാഷ്ട്രീയ സംഘടന എന്നുള്ള ആദർശത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ കേരളം ഇന്ന് ഒരു കാലത്ത് അവഗണിച്ചു, പിന്നെ എതിർത്തു, മർദ്ദിച്ചു. അതിൽ നിന്നൊക്കെ അംഗീകാരത്തിൻ്റെ ഒരു പടവുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ കാലത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ എനിക്കെപ്പോഴും ഒരു വാശി, എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ പരമാവധി മികവ് തെളിയിക്കണം. അതൊരു വാശിയാണ്. അവിടെ നമ്മളുടെ പ്രതിലോമകാരികളെക്കാൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചുമതല മുമ്പിലെത്തിക്കണം. അതായത് ABVP കാലഘട്ടത്തിൽ ഞാൻ ശ്രമിച്ചത് SFIയെക്കാളും KSUവിനേക്കാളും തിരുവനന്തപുരത്ത് ABVP ശ്രദ്ധിക്കപ്പെടണം. സ്റ്റേറ്റ് സെക്രട്ടറി ആവുന്ന സമയത്ത് കേരളത്തിൽ മുഴുവൻ ABVP ഒരു വലിയ ശക്തിയാവണം. അത് കഴിഞ്ഞിട്ട് യുവമോർച്ചയിൽ വരുന്ന സമയത്ത് യുവമോർച്ചയിൽ സ്കോപ്പ് കുറവാണ്, കുറച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പിന്നെ സ്പെസിഫിക്കായിട്ട് ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ BJPയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻറ്റും ആയിരുന്ന 10 വർഷമാണ്. അപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി ആവുന്ന സമയത്തേന് ഞാൻ മിഷൻ 2025 എന്ന് പറഞ്ഞ ഒരു പദ്ധതി തന്നെ പാർട്ടിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അത് വെച്ചിട്ടാണ് ജനറൽ സെക്രട്ടറി മുതൽ പ്രസിഡൻ്റായിരുന്ന 10 വർഷം, 7 വർഷം പ്രസിഡൻ്റായിരുന്നു, 3 വർഷം ജനറൽ സെക്രട്ടറി. ആ 10 വർഷവും അങ്ങനെ പ്രവർത്തിച്ചു.
ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായി, ഒരു വലിയ ചാരിതാർത്ഥ്യം ഉണ്ടായി. കാരണം ആ 10 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് BJP 1-ാം സ്ഥാനം വന്നു. കേരളം മുഴുവൻ തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്തു. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു BJPയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി 2-ാം സ്ഥാനം വന്നു. 14,000 വോട്ടിന് രാജേട്ടൻ 2-ാം സ്ഥാനം 2014 വന്നു. ആ 14 വന്നപ്പോൾ തന്നെ പരാജയപ്പെട്ടതിൻ്റെ ദുഃഖം അസാധാരണമായിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എന്നെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ആ സമയത്ത് വിളിച്ച് അനുമോദിച്ചപ്പോൾ ശരി പരാജയപ്പെട്ടു, പക്ഷേ അനുമോദിക്കാനൊരു കാരണമുണ്ടായിരുന്നു. കാരണം 14,000 വോട്ടിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റിൽ നമ്മൾ തുച്ഛമായ വോട്ടുകൾക്ക് തോറ്റു എന്നുള്ളൊരു ആശ്വാസവാക്കുമായിട്ടുള്ള അനുമോദനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് ചെയ്തത് ആ അനുമോദനം എനിക്കൊരു വലിയ ഒരു പ്രചോദനമായി. അതുകൊണ്ട് ഞങ്ങൾ 2014 ഇലക്ഷൻ വിലയിരുത്തൽ യോഗത്തിന് ഞങ്ങളിട്ട പേര് തെരഞ്ഞെടുപ്പ് വിജയ പ്രഖ്യാപനം, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പേരിട്ടു. എന്നിട്ട് ഞങ്ങളൊരു ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ സ്ക്രീനൊക്കെ വെച്ചിട്ട് അതിൽ പറഞ്ഞു 2014 പാർലമെൻറ്റിൽ BJP തോറ്റു, പക്ഷേ ജയിച്ച സ്ഥലങ്ങളുണ്ട്. 7 അസംബ്ലിയിൽ 4 BJP ഫസ്റ്റ്, 27 പഞ്ചായത്തിൽ 18 പഞ്ചായത്തിൽ BJP നമ്പർ 1. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ 67 വാർഡുകളിൽ BJP നമ്പർ 1. അതുകൊണ്ട് ജയിച്ചത് BJP ആണ്. അതുകൊണ്ട് വിജയദിനം എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റി. അപ്പോൾ നമുക്കും സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ട്, ശരിയാ നമ്മൾ വിജയിച്ചു. പിന്നെ അവിടുത്തെ ബൂത്തുകളുടെ എണ്ണം എടുത്തപ്പോൾ 72% ബൂത്തിൽ BJP 1-ാം സ്ഥാനമായിരുന്നു. അതൊക്കെ എടുത്തു വച്ചിട്ട് വലിയൊരു വന്ന ഒരു 1500ഓളം പ്രവർത്തകർ, അവർക്കും ഭയങ്കര കോൺഫിഡൻസായി. അവിടെ നിന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. 2015 പഞ്ചായത്ത് ഇലക്ഷൻ അത്ഭുതം സൃഷ്ടിച്ചു. 262 ജനപ്രതിനിധികൾ ജയിച്ചു. 6-ൽ നിന്ന് 35-ലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് 22 സീറ്റ്, BJP 35, BJP പ്രതിപക്ഷ നേതൃസ്ഥാനം. രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞു, ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസ് മുക്ത ദക്ഷിണേന്ത്യയും സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തു നിന്ന് തൂത്തുമാറ്റി BJP പ്രതിപക്ഷത്ത് വന്നു എന്ന് പറഞ്ഞ് അന്ന് രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. എന്നിട്ട് അദ്ദേഹം രാത്രി എന്നെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഇവിടെ ചെയ്തു. ഭയങ്കര അഭിമാനമുണ്ടായ മുഹൂർത്തങ്ങളാണ്. അപ്പോൾ 2014 പരാജയപ്പെട്ടു. ആ പരാജയത്തെ ഞങ്ങൾ വിജയമായിട്ട് അതിനെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി. 2015 ആയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 1500ഓളം ലോക്കൽ ലീഡേഴ്സിനെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. 268 ജനപ്രതിനിധികളെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് 4 പഞ്ചായത്ത് ഭരണം, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, 4 ബ്ലോക്ക് മെമ്പർമാർ, അങ്ങനെ BJP ഒരു കരുത്തുറ്റ ശക്തിയായിട്ട് തിരുവനന്തപുരത്ത് മാറി. ആ ശക്തി ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ 12 വർഷമായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആലോചിക്കുന്നത്, നമ്മളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യം അതിൻ്റെ സമ്പൂർണ്ണ വിജയത്തിനെത്തുന്നത് വരെ പരിശ്രമിക്കുക. അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ വിജയിക്കും. അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുക. എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ എൻ്റെ അടുത്ത പോസ്റ്റ് എന്താണ് എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതിനുവേണ്ടി ഒരു പണിയെടുക്കാറില്ല. ഇപ്പോൾ തന്നയ്ക്കുന്ന പോസ്റ്റ് എന്താണോ ആ പോസ്റ്റിലിരുന്ന് ഭംഗിയായിട്ട് പണിയെടുക്കുക, കഴിവിൻ്റെ പരമാവധി പണിയെടുക്കുക. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചിട്ടുള്ള ഒരു സംഘടനാ തലത്തിലുള്ള ഒരു പദ്യം. അടുത്തത് തീരുമാനിക്കേണ്ടത് തീരുമാനിച്ചോട്ടെ, പക്ഷേ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചേക്കുന്നതിലിരുന്ന് ഭംഗിയായിട്ട് പണിയെടുക്കുക. രാജീവേട്ടൻ വന്നു. രാജീവേട്ടൻ എന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഏൽപ്പിച്ചു. ജനറൽ സെക്രട്ടറി ആയിട്ട് ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ജനറൽ സെക്രട്ടറിയുടെ പണി ചെയ്യിപ്പിച്ചു. അപ്പോഴും എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആക്കി. കഴിഞ്ഞ 6-7 മാസമായിട്ട് ആ പണി ചെയ്യുന്നു. ഇതാണ് പൊതുവേ രീതി. ഒരു കാലത്ത് പറഞ്ഞിരുന്നത് BJP അക്കൗണ്ട് തുറക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അങ്ങനെ ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്നേക്കും, പക്ഷേ കേരളത്തിൽ തുറക്കില്ല. അത് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഒരു MLA. അപ്പോൾ ആ ഒരു കാലത്തെ എങ്ങനെ? അതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസം എന്ന് പറയുന്നത്.
രാജേട്ടൻ MLA ആയിട്ട് അദ്ദേഹം ജയിച്ച ദിവസമാണ്. അന്ന് ഞാനൊരു താമരപ്പൂവും, ഞാൻ കുമ്മനമാണ് സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, ഞാനൊരു താമരപ്പൂവായിട്ട് രാജേട്ടനും കുമ്മനവും ഞാനുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ചിത്രം. കാരണം കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്ന് കേരളത്തിൽ ബോധ്യപ്പെടുത്തിയ ദിവസം. രാജേട്ടൻ്റെ വ്യക്തിത്വം വലിയൊരു ഘടകമാണ്. അതേ ഘടകത്തിന് തുല്യമോ അതിനേക്കാൾ അല്പം മെച്ചപ്പെട്ടതോ ആയിരുന്നു ഇവിടുത്തെ സംഘടനാ സിസ്റ്റം. കാരണം 2015 ഞങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏകദേശം 34% വോട്ട് കിട്ടുന്ന പാർട്ടിയായിട്ട് BJP മാറി. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരുന്ന നേമം മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും വട്ടിയൂർക്കാവ് മണ്ഡലവും അപ്പോൾ നമ്മൾ 1-ാം സ്ഥാനം വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജയം സാധ്യമായിരുന്നു. പക്ഷേ ജയം സാധ്യമാകുമ്പോഴും നമ്മളുടെ ഇവിടെ ക്രോസ് വോട്ടിങ്, CPM-ഉം കോൺഗ്രസുമായിട്ട് ക്രോസ് വോട്ടിങ് നടക്കും. മുസ്ലിം വിഭാഗങ്ങൾ ഈ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിങ് നടത്തും. ഇങ്ങനെയുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഘടകങ്ങൾ അതിജീവിക്കാൻ രാജഗോപാലിൻ്റെ വ്യക്തിത്വം കൊണ്ട് കുറേ സാധിച്ചു. സംഘടനാ സ്ട്രക്ചർ ഭംഗിയായിട്ട് പണിയെടുത്തു, സക്സസ് ഉണ്ടായി. അപ്പോൾ അത് ജീവിതത്തിലെ എക്കാലത്തും കേരളത്തിലെ ഓരോ BJP പ്രവർത്തകൻ്റെയും BJPയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് രാജഗോപാലിന് താമരയുമായിട്ട് നിൽക്കുന്ന ആ ചിത്രം. ആ ചിത്രത്തിന് ഒരു നിമിത്തമാകാൻ ഞാനല്ല അത് സൃഷ്ടിച്ചത്, പ്രവർത്തകരാണ്. തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ കഠിനമായ പരിശ്രമമാണ്. പക്ഷേ അതിനൊരു നിമിത്തമാകാൻ ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്കും സാധിച്ചു. ആ ചിത്രം ഇന്ന് എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പോലെ പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. പക്ഷേ എങ്കിലും കുറച്ച് കാലം കൊണ്ട് തന്നെ നേരത്തെ തന്നെ 87-ലായാലും ആ തെരഞ്ഞെടുപ്പിലായാലും തിരുവനന്തപുരത്തൊരു വലിയ BJPക്ക് വലിയ മുൻതൂക്കമുള്ള സ്ഥലങ്ങൾ പണ്ട് തന്നെയുണ്ട്. പക്ഷേ പലപ്പോഴും അത് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ 2016 ആദ്യമായി ഒരു MLA സ്ഥാനം കിട്ടി. പക്ഷേ പിന്നീട് അത് നഷ്ടമായി. അപ്പോൾ എങ്ങനെയാണ് പാർട്ടി ഇനി അതിനെ കാണുന്നതും എങ്ങനെയാണ് അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നത്? അതിൻ്റെ ഒരു പരിശ്രമം വലിയൊരു പരീക്ഷണശാലയാണിപ്പോൾ. കാരണം ഒന്ന്, BJPയെ പല രീതിയിലും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം പലയിടത്തും നടന്നിട്ടുണ്ട്. അത് വർഗീയതയുടെ പേരിൽ, ഉത്തരേന്ത്യൻ പാർട്ടി എന്ന പേരിൽ, മറ്റേ സവർണാധിപത്യത്തിൻ്റെ പാർട്ടി, അതോടൊപ്പം തന്നെ കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതി കേരളത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ജനാധിപത്യ രീതിയിൽ അതിനൊക്കെ ഉത്തരം കൊടുത്തു. ഇനി ആരും BJPയെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. സവർണാധിപത്യത്തിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം BJP ഇന്ന് അതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ MLA-മാരും MP-മാരും ഒക്കെയുള്ള പാർട്ടി, 62% ആദിവാസി ജനവിഭാഗമുള്ള ത്രിപുരയും ഒറീസയും ഒക്കെ ഭരിക്കുന്ന BJP. അതുകൊണ്ട് ഇനി അതൊന്നും പറയാൻ പറ്റില്ല, എല്ലാം പോയി കഴിഞ്ഞു. ഇനി കാളവണ്ടി യുഗത്തിലേക്ക് നയിക്കുമെന്നും പറയാൻ പറ്റില്ല. നരേന്ദ്രമോദി 1500 ദിവസം കൊണ്ട് ഇന്ത്യയെ ലോകത്തിലെ വൻ ശക്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ അതൊന്നും ഇനി പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ വേറെ മറ്റ് രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തുക മാത്രമേ വഴിയുള്ളൂ. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് മാറി. അതാണ് വികസിത കേരളം. വികസിത കേരളം പറയാൻ യഥാർത്ഥത്തിൽ വേറെ ആർക്കും പറ്റില്ല, BJPക്ക് മാത്രമേ പറ്റൂ. കാരണം വികസിത ഇന്ത്യ സ്വപ്നം കാണുന്ന നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്നുകൊണ്ട് വികസിത കേരളം എന്നുള്ള സ്വപ്നം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചു. അതാണ് കേരളം കണ്ട ഏറ്റവും സെക്കുലർ മുദ്രാവാക്യം. അതാണ് കേരളം കണ്ട ഏറ്റവും ഇൻക്ലൂസീവായിട്ടുള്ള മുദ്രാവാക്യം. അതാണ് കേരളം കണ്ട ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഇന്ന് BJPയുടേതാണ്. അതാണ് മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം പിടിക്കാനൊരു മുദ്രാവാക്യം BJPക്കുണ്ട്. അത് വികസിത കേരളം. പോയിൻ്റ് നമ്പർ 1. ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രവർത്തകരും പ്രതിബദ്ധതയുള്ള പ്രവർത്തകരും ദൈവതുല്യരായിട്ടുള്ള പ്രവർത്തകരും ഉള്ളൊരു പാർട്ടിയാണ് BJP. പ്രവർത്തകരാണ് പാർട്ടിയുടെ മൂലധനം. പക്ഷേ നമ്മളുടെ പ്രവർത്തകർ കാര്യകർത്താക്കന്മാരാണ്. അവരോട് ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. അവർ രാഷ്ട്രീയ
അവബോധം വേണ്ടത്ര ഉള്ളവരല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ അതിനെ പ്രൊഫഷണലി സ്മാർട്ട് വർക്കാക്കി മാറ്റുന്ന കാര്യത്തിലും നമുക്ക് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യകർത്താക്കന്മാരെ സ്മാർട്ട് വർക്ക് ചെയ്യാനും പ്രേരിപ്പിക്കുന്നു. അത് അമിത്ഷാജിയുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. BJP സ്മാർട്ട് വർക്കിൻ്റെ വേറൊരു മേഖലയിലേക്ക് കടന്നതാണ്. കേരളത്തിൽ ഞങ്ങളിന്ന്, കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ വീരബലിദാനികളുള്ളത്, കേരളത്തിലാണ്. അമിത്ഷാജിയും നരേന്ദ്രമോദിയും ഏത് വലിയ മുഹൂർത്തത്തിലും സ്മരിക്കുന്നത് കേരളത്തിലെ ബലിദാനികളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ജീവൻ നൽകാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ജയിലിൽ നിരപരാധികളായിരുന്നിട്ടും ജയിലിൽ പ്രസ്ഥാനത്തിന് വേണ്ടി കിടക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ജീവശവങ്ങളായിട്ട് ഏതൊരു വിഷമവും വ്യാവലാതിയും ദുഃഖവും ഇല്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവശവങ്ങളായിട്ട് കിടക്കുന്ന പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ പ്രവർത്തകർക്ക് കേരളത്തിൽ അധികാരം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ആ അധികാരം സൃഷ്ടിക്കൽ എന്ന് പറയുന്ന ഒരൊറ്റ കടമ്പ കൂടി ഇനി BJPക്ക് കേരളത്തിൽ കടക്കാനുള്ളൂ. ആ കടമ്പ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ ഇന്നുള്ള കാര്യകർത്താക്കന്മാരുടെ കമ്മിറ്റ്മെൻറ്റ് കൈമുതലാക്കി വെച്ചുകൊണ്ട് അതിനെ സ്മാർട്ട് വർക്കിലും കൂടെ അതിനോട് ചേർക്കുമ്പോൾ കേരളത്തിൽ സാധ്യമാണ്. ആ പരീക്ഷണത്തിലാണ് BJP കേരളം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഈ BJPയുടെ ഈ സംഘടനാ കരുത്തിനെ എങ്ങനെ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാം, കൂടുതൽ സ്മാർട്ടാക്കി എങ്ങനെ മാറ്റാം എന്നൊരു പരീക്ഷണമായി. ആ പരീക്ഷണത്തിൽ ഗണ്യമായ രീതിയിൽ ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു. പ്രവർത്തകർ അതിനനുസരിച്ച് മാറി. ഇന്ന് നിങ്ങൾ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഏത് പഞ്ചായത്തിൽ പോയി, ഏത് വാർഡിൽ പോയാലും പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അച്ചടക്കം, ചിട്ട, ഒരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ കരുത്തുറ്റതാവും. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റേതായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ കരുത്തുറ്റതാവും. BJP ഇനി കേരളത്തിൽ BJPയെ തോൽപ്പിക്കാൻ, പ്രതിരോധിക്കാൻ കോൺഗ്രസിനും CPM-നും സാധ്യമല്ല. എല്ലാ അർത്ഥത്തിലും മികവുറ്റ പ്രവർത്തകരായിട്ട് പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും മാറും. മികവുറ്റ സംഘടനയായി പാർട്ടിയുടെ ഓരോ ഘടകവും മാറും. ഈ കേരളത്തിലെ മുഴുവൻ ജനതയും BJPയെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന കാലം വിദൂരമല്ല. ആ തലത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു റോഡ് മാപ്പ്, ഒരു ലക്ഷ്യം BJPക്ക് ഇന്ന് കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള കാഴ്ചപ്പാടും മാത്രമല്ല, അതിന് നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജിയുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും കൂടെ കാഴ്ചപ്പാടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാവുന്നത്. ആ രീതിയിലാണ് BJP കേരളം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ ഏറ്റവും ശക്തമായൊരു സംസ്ഥാനം അതായിരുന്നു ഗുജറാത്ത്. ഗുജറാത്തിൽ ഭരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അത് ആണ് ആദ്യം അധികാരത്തിലിട്ട് വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭരണം അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനെ കാണുന്നത് ഇടത് കഴിഞ്ഞാൽ ഇനി BJP എന്ന കേരളത്തിൻ്റെ നരേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷൻ. 45 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കഴിഞ്ഞാൽ കേരളവും BJPയാണ് ഭരിക്കുക. ഈ രീതിയിലുള്ള രാഷ്ട്രീയം കേരളത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. കോൺഗ്രസ് കേരളത്തിലോ ഇന്ത്യയിലോ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും തണലിൽ മാത്രം ജീവിച്ച കോൺഗ്രസ്സിന് അവരുടെ സത്ത നഷ്ടപ്പെട്ടു, സംഘടന നഷ്ടപ്പെട്ടു, അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു, അവരുടെ നേതൃത്വം നഷ്ടപ്പെട്ടു. ഇനി കോൺഗ്രസ്സിനൊരു വസന്തമില്ല, ഒരു യുവത്വമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ൽ നിന്ന് BJP-യിലേക്ക് എത്തുന്നത് പോലെ പിണറായി വിജയനിൽ നിന്ന് BJP-യിലേക്ക് കേരള ഭരണവും എത്തും. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ അത്രയും പല രീതിയിലും ഒരുപാട് വികസനം ഉണ്ടായിരുന്നൊരു കേന്ദ്രമായിരുന്നു തിരുവിതാംകൂർ. വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളിലും ഇവിടുത്തെ രാജാക്കന്മാരായിക്കോട്ടെ എല്ലാവരും വലിയ അവഗാഹമുള്ളവരും ബഹുഭാഷാ പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വികസനത്തിനും അപ്പുറം എത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്.
എങ്ങനെയാണ് BJP വികസിത തിരുവനന്തപുരം എന്നുള്ള സ്വപ്നം കാണുന്നത്? യഥാർത്ഥത്തിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നിട്ടില്ല. തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന രാജപാത അത് രാജാവ് ഉണ്ടാക്കിയതാണ്. തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന ടൈറ്റാനിയം രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഡ്രെയിനേജ് സ്വീവേജ് സിസ്റ്റം അത് രാജഭരണകാലത്തുണ്ടായതാണ്. തിരുവനന്തപുരത്തെ എയർപോർട്ട് രാജഭരണകാലത്തുള്ളതാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ വികസനവും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും എടുത്തു പറയാവുന്ന ഒരു വികസനവും എത്തിയിട്ടില്ലാത്ത 70 ആണ്ടുകളാണ് ഈ അനന്തപുരിക്കുള്ളത്. അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള വികസനം അത് BJPയുടെ സംഭാവനയാണ്. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി 1200 കോടി രൂപയുടെ പദ്ധതി. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും വലുത് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് അത് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായി. ആ മദർ പോർട്ടിന് വേണ്ടിയുള്ള സ്വപ്നം ദിവാൻ സർ CP-യുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച സ്വപ്നമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ടി വന്നു. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് 40-45 വർഷക്കാലം വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന സ്വപ്നം കടലിൻ്റെ അടിയിലായിരുന്നു. നരേന്ദ്രമോദി വന്നു, അതിൻ്റെ തറക്കല്ലിട്ടു. നരേന്ദ്രമോദി രണ്ടാമത് വന്നു, അതിൻ്റെ 1ാം ഘട്ട കമ്മീഷൻ പൂർത്തിയാക്കി. വരുന്ന 5 വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖം ഒരു അന്താരാഷ്ട്ര മദർ പോർട്ട് എന്ന നിലയിൽ എത്തണം. അപ്പോൾ ഈ കേരളം ഒരു പോർട്ട് സ്റ്റേറ്റായിട്ട് മാറും, തിരുവനന്തപുരം ഒരു പോർട്ട് സിറ്റിയായിട്ട് മാറും. ഒരു പോർട്ട് സിറ്റി എന്ന നിലയിൽ സമാനതകളില്ലാത്ത സ്വപ്ന സദൃശ്യമായ വികസനമാണ് ഇനി തിരുവനന്തപുരത്തെ തേടി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമുള്ള ഒരു നേതൃത്വം തിരുവനന്തപുരത്തിന് ആവശ്യമാണ്. തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാൻ നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി അതിൻ്റെ പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ നഗരം BJPയെ ഏൽപ്പിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന വികസന രംഗത്ത് ദേശീയപാത കഴക്കൂട്ടം കാരോട് ദേശീയപാത അത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നോക്കി വികസിച്ചുകൊണ്ടിരിക്കുക. അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ തൊട്ടുപുറത്ത് പാരലായിട്ട് ഇവിടെ കരമന കളിയിക്കാവിള ഒരു ദേശീയപാതയുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് വികസിപ്പിക്കുന്നത്. ഇപ്പോൾ 20 വർഷമായിട്ട് 10 കിലോമീറ്ററാണ്, 33 കിലോമീറ്ററിൽ 10 കിലോമീറ്റർ മാത്രമേ വികസിച്ചിട്ടുള്ളൂ. ബാക്കി ഇനി 23 കിലോമീറ്റർ വികസിക്കാൻ ഈ മാനദണ്ഡം വെച്ചാണെങ്കിൽ ഇനി 40 വർഷം വേണം. ഇടതും വലതും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോഡിൻ്റെ പോക്ക ഒച്ചുപോലും നാണിച്ചു പോകും. അതാണ് അവസ്ഥ. പക്ഷേ തൊട്ടപ്പുറത്ത് 7 വർഷം കൊണ്ട് 38 കിലോമീറ്ററുള്ള ദേശീയപാത 7 വർഷം കൊണ്ട് പൂർത്തിയായി. ഈ ജനുവരിയിൽ ഉദ്ഘാടനമാണ്. അപ്പോൾ ഇതാണ് 2 സർക്കാരുകൾ തമ്മിലുള്ള വേഗത. നരേന്ദ്രമോദി സർക്കാർ 34 കിലോമീറ്റർ റോഡ് ഡെയിലി വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ 34 കിലോമീറ്റർ റോഡുണ്ടാക്കാൻ 40 വർഷം വേണം. ഇതാണ് വ്യത്യാസം. അത് തിരുവനന്തപുരത്ത് ആൾക്കാർക്ക് ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ദേശീയപാത വികസിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് 2 പുതിയ ടെർമിനൽ, തിരുവനന്തപുരം നോർത്തും തിരുവനന്തപുരം സൗത്തും നരേന്ദ്രമോദി സംഭാവന ചെയ്തു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നു, റോഡ് വികസിക്കുന്നു, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി 1200 കോടി രൂപ. അതുകൂടാതെ മദർ പോർട്ട് തിരുവനന്തപുരത്ത്, എയർപോർട്ട് ആധുനികവൽക്കരിക്കാൻ വേണ്ടി സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചിട്ട് ആധുനികവൽക്കരിക്കുന്നു. ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ അനന്തമായ സാധ്യതകൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യം മുഴുവൻ നരേന്ദ്രമോദി ഒരുക്കി കഴിഞ്ഞു. ഇത് CPM ആണ് ഭരിക്കുന്ന സംസ്ഥാനം, CPM ആണ് നഗരസഭ. പക്ഷേ നരേന്ദ്രമോദി ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കി കഴിഞ്ഞു. ഇവിടെ ഒരു സ്മാർട്ട് പ്ലാൻ വേണം. തിരുവനന്തപുരം സിറ്റി
ഒരു പ്ലാൻ ഇല്ലാത്ത തലസ്ഥാന നഗരങ്ങളിലൊന്നാണ്. ഒരു പ്ലാനും ഈ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ തിരുവനന്തപുരത്തില്ല. അപ്പോൾ അതുൾപ്പെടെ ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നഗരമായിട്ട് മാറ്റുക. ഇന്ത്യയിലെ നമ്പർ 1 ഇൻഡോറാണ് ഇന്ന് ഏറ്റവും നല്ല നഗരാസൂത്രണം നടക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡോറിനെ കടത്തി വെട്ടുന്ന ഒരു നഗരമാക്കി മാറ്റണം. കാരണം ഇവിടെ കടലുണ്ട്, കായലുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, കോവളമുണ്ട്, എയർപോർട്ടുണ്ട്, സീപോർട്ടുണ്ട്, തെങ്ങിൻ തോപ്പുണ്ട്. എല്ലാ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു അസുലഭമായ അനുഭൂതി ലഭിക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. ഇത് ഈ കുരങ്ങൻ്റെ കൈ കിട്ടിയ പൂമാല കണക്കെ ഈ സഖാക്കന്മാർ വച്ച് നശിപ്പിച്ചു. ഇതിനെ അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് ഒരു കാലത്ത് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായിരുന്നു, ഏറ്റവും സംസ്കാര സമ്പന്നമായ നഗരമായിരുന്നു. അങ്ങനെയുള്ള ഒരു നഗരത്തിൻ്റെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുകയും ആധുനികവും ഉത്തരാധുനികവുമായിട്ടുള്ള സകല സംവിധാനങ്ങളും അനന്തപുരിയിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതാണ് വികസിത അനന്തപുരി. അതുമാത്രമല്ല, സാധാരണക്കാരൻ്റെ ഒരു നഗരസഭ വന്നതുകൊണ്ട് എന്താ ഗുണം ചെയ്യുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. തിരുവനന്തപുരത്തെ മുഴുവൻ വീടുകൾക്കും ക്ഷേമ പദ്ധതികൾ ഉറപ്പുവരുത്തുക BJPയുടെ സ്വപ്നമാണ്. ഒരു വിരൽത്തുമ്പിൽ ഒരു നഗരസഭ സാധാരണക്കാർക്ക് കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും ഒരു വിരൽത്തുമ്പിൽ എത്തിച്ചു കൊടുക്കൽ BJPയുടെ സ്വപ്നമാണ്. അതൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പാക്കും. ഞങ്ങളിന്ന് തിരുവനന്തപുരത്ത് പറയുന്നത് തിരുവനന്തപുരം ഇന്ത്യയിലെ നമ്പർ 1 നഗരമാക്കാൻ വേണ്ടിയുള്ള പദ്ധതി BJPയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മുതൽ 75 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ നമ്പർ 1 നഗരമാക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കും. അതാണ് ഞങ്ങൾ അനന്തപുരിക്ക് കൊടുക്കുന്ന വാക്ക്. 75 ദിവസം ഞങ്ങൾക്ക് തരൂ. നിങ്ങൾ 70 വർഷം ആർക്കൊക്കെയോ കൊടുത്തില്ലേ? 75 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തിരുവനന്തപുരത്ത് ആരംഭം കുറിക്കാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരായിട്ടുള്ള BJPക്ക് സാധിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടെക്നോക്രാറ്റ് കം പൊളിറ്റീഷ്യൻ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മുൻ പാർലമെൻറ്റേറിയൻ, അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇതൊക്കെ സാധ്യമാണ്. അദ്ദേഹത്തിന് അതിനുള്ള കാഴ്ചപ്പാടുണ്ട്, അത് നടപ്പാക്കാനുള്ള മികവും അതിനുവേണ്ടിയുള്ള പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണത്. അത് അദ്ദേഹം അത് നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധനാണ്, അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് നമ്മൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നോക്കൂ. കേരളത്തിൽ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് തിരുവനന്തപുരത്ത് BJP അവതരിപ്പിച്ചേക്കുന്നത്. BJPക്ക് മുൻ DGP BJPയുടെ ഒരു ഡിവിഷനിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻ അർജുന അവാർഡ് ജേതാവ് പത്മിനി തോമസ് ഒരു വാർഡിൽ മത്സരിക്കുകയാണ്. K മുരളീധരനോടൊപ്പവും K കരുണാകരനോടൊപ്പം കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് പടുത്തു വളർത്തിയ മഹേശ്വരൻ നായർ BJPയുടെ താമരച്ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. വേറൊരു തമ്പാനൂർ കൗൺസിലർ തമ്പാനൂർ സതീഷ് BJP ആയിട്ട് മത്സരിക്കുക. CPMൻ്റെ പ്രമുഖ നേതാക്കന്മാർ BJPയുടെ താമരച്ചിഹ്നത്തിൽ മത്സരിക്കുന്നു. യുവാക്കൾ, ടെക്നോക്രാറ്റ്സ്, എൻജിനീയേഴ്സ് എല്ലാവരും BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അപ്പം ഞങ്ങളുടെ അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ VV രാജേഷ്, അഞ്ജന MP BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാരാണ്, അവർ മത്സരിക്കുന്നു. അപ്പോൾ പൊളിറ്റീഷ്യൻസ്, ടെക്നോക്രാറ്റ്സ്, ബ്യൂറോക്രാറ്റ്സ്, ഉന്നത ഉദ്യോഗസ്ഥർ, സമ്പത്ത്, CPMൻ്റെ സഖാവ് സമ്പത്തിൻ്റെ സഹോദരൻ കസ്തൂരി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് തിരുവനന്തപുരത്ത് NDA BJP നൽകിക്കഴിഞ്ഞിരിക്കുന്നത്. അത് BJP ആഗ്രഹിക്കുന്ന റിസൾട്ട് തരാൻ തിരുവനന്തപുരത്തുകാർക്ക് അവസരമൊരുക്കുകയാണ് ആ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അനന്തപുരിയുടെ വികസനം എന്നുള്ള ലക്ഷ്യം ഞങ്ങൾ പറയുന്നു. കരമനയാർ, കിള്ളിയാർ, പാർവതി പുത്തനാർ ഈ 3 ആറുകൾ ശുചീകരിച്ചാൽ തന്നെ
തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. അതൊക്കെ ഞങ്ങൾക്ക് സാധിക്കും, BJPക്ക് സാധിക്കും. ഈ നദികൾ ശുചീകരിക്കാൻ സാധിക്കും. ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിന് ഇൻഡോറിനോ അല്ലെങ്കിൽ സൂററ്റിനോ ഒക്കെ സമാനമായിട്ടുള്ള പദ്ധതികൾ, മൈസൂരിനൊക്കെ സമാനമായ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതെല്ലാം ഞങ്ങളിവിടെ സാക്ഷാത്കരിക്കും. അതുകൊണ്ട് BJPക്ക് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. അതാണ് BJPയുടെ രാഷ്ട്രീയം. അത് അനന്തപുരിയിലും കേരളത്തിലും വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാണിക്കും. അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തും. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം BJP ഇവിടുത്തെ കേരളത്തിലെ ജനതയ്ക്കും സംക്രമിപ്പിക്കും. അങ്ങനെ കേരളവും BJPയും ഒരുമിച്ച് വളരും. അതാണ് ഞങ്ങളുടെ സ്വപ്നം. ജീവിതത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ ഘട്ടങ്ങളിലും സംഘടനാ ഘട്ടങ്ങളിലുമെല്ലാം കരുത്തോടെ പ്രവർത്തിച്ചു വന്ന ഒരു കാലം. അത് കഴിഞ്ഞ് ഒരുപാട് വിജയങ്ങളിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. കൂടുതൽ വിജയങ്ങൾ നേടി പാർട്ടിയെ ഉന്നത നിലയിലെത്തിക്കാനും സംഘടനയെ അധികാരത്തിലെത്തിക്കാനുമൊക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കുമൊക്കെ എത്തട്ടെ. വികസിത കേരളം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള അവസരം ജനങ്ങൾ നൽകട്ടെ എന്നുള്ള ആശംസകൾ നൽകുന്നു. നന്ദി, വളരെ നന്ദി. നമസ്കാരം.